ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കാണാൻ വക്കത്തുള്ള മീനാക്ഷിയെ കൈ കിട്ടിയാ അയാള് വെറുതെ വിടുവോ? മുതലും പലിശ ഈടാക്കി കാണും, പിന്നല്ലാതെ. അറുമുഖം പഴപ്പിച്ച സ്ഥിതിക്ക് ലൈസൻസ് ആയല്ലോ. മീനാക്ഷിക്ക് പണം ഉണ്ടാക്കാൻ ഒരു വഴിയായി. നിർത്ത്! നാണമില്ലേ നിങ്ങൾക്കൊക്കെ? വിവരം കെട്ട കൂട്ടങ്ങൾ അയൽക്കാരാണത്രേ. ഒരാഭാസിനൊരു പെണ്ണിനെ ബലം പ്രയോഗിച്ച് കൂട്ടിക്കൊണ്ടു പോയാ അത് അവക്ക് വഴിവിട്ട് ജീവിക്കാനുള്ള ലൈസൻസ് ആണെന്നാണോ? അതാണോ ഇവിടുത്തെ നാട്ടു നടപ്പ്? കഷ്ടം. കണ്ണി ചൊരയിലത്തെ മനുഷ്യര്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പറയുന്ന നിങ്ങളുടെ വീട്ടിലും ഇല്ലേ സഹോദരിമാരും പെൺമക്കളും ഒക്കെ? നാളെ അവർക്ക് സംഭവിച്ച അപ്പോഴിതന്നെ നിങ്ങളൊക്കെ പറയോ? നിർത്തടി, അധികം ശീലാവധി ചമയണ്ട. ഞങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആണുങ്ങളുണ്ട്. കൂത്തൊഴിഞ്ഞ് സ്വൈരസഞ്ചാരം നടത്തില്ല. സ്വൈരസഞ്ചാരം നടത്തുന്ന എന്റെ ഇഷ്ടമാ. താൻ എന്ത് ചെയ്യടോ? കടക്കടോ പുറത്ത്. മേലിൽ ഇവിടെ കണ്ടുപോകരുത്. അങ്ങനെ ആട്ടിയിറക്കിയിട്ടൊന്നും കാര്യമില്ല. മാനം വിറ്റ് ജീവിക്കാനൊന്നും ഇവിടെ പറ്റില്ല. അതിനുള്ള പുറപ്പാടെങ്ങാനും ആണെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലും നിന്നെ, പേപ്പട്ടിയെ കൊല്ലും പോലെ. അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? എപ്പോഴും ഇങ്ങനെ ഇവിടെ അഹങ്കാരി. നീ വാ എന്തായാലും. ചായ. ഇതെന്താ മാധവേട്ട? ഇത് എത്രാമത്തെ തവണയാ പത്രം വായിക്കുന്നേ? പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ ഉണ്ടല്ലോ. വയസ്സാം കാലത്ത് നീ എന്ത് പരീക്ഷ? പരീക്ഷയില്ലെങ്കിലും പരീക്ഷണങ്ങൾക്കൊരു കുറവുമില്ലല്ലോ. എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തണം. പത്രത്തിൽ വർക്ക്ഷോപ്പ് ജോലി അറിയുന്നവരെ ആവശ്യമുണ്ടെന്ന് ഒരു പരസ്യമുണ്ട്. പക്ഷെ പ്രായപരിധി 35-നും 40-നും ഇടയ്ക്കെന്നാ പറയുന്നത്. ഈ മുടിയൊക്കെ ഒന്ന് ഡൈ ചെയ്താ ഒരു 45-നകത്തല്ലേ തോന്നിക്കൂ. കുറച്ച് കൂടുന്നുണ്ട്. എന്ത്? ഈ ചായ കൂടിയേ പഞ്ചസാര പ്രശ്നമാ. ഈ ചായയെ മാധവന്റെ ഒരു വീക്ക്നെസ്സാ, നിന്നെ പോലെ. കൊള്ളാം. വയസ്സാം കാലത്ത് ശൃംഗാരം കുറച്ച്.